ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്റ്റെഫി. കാസ്റ്റം സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയലുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രസീലിയൻ എംബ്രോയ്ഡറിയാണിത്. നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ എംബ്രോയ്ഡറി ചെയ്യുന്നത് മാസ്കിലാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ആങ്കറിൻ്റെ 46ഉം 47 നമ്പേഴ്സിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് നീഡിലും. മാസ്ക് ആദ്യം ഫ്രെയിമിൽ നല്ല ടൈറ്റായിട്ട് വയ്ക്കുക. അതിനുശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് നോട്ടാണ്. അതിനായിട്ട് 3 ലെയർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നീഡിലുമ്പോൾ നമ്മൾ ഒരു ചുറ്റും മാത്രമാണ് ചുറ്റുന്നത്, കാരണം ചെറിയൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ചുറ്റും മാത്രം ചുറ്റിയാൽ മതി. എന്നിട്ട് നീഡിൽ താഴോട്ട് വലിക്കുക. അപ്പോൾ നമുക്കൊരു നോട്ട് പോലെ കിട്ടും. അതാണ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച്. നമുക്കിനി ഫസ്റ്റ് പെറ്റൽ ചെയ്യാം ഫ്ലവറിൻ്റെ. അതിനായിട്ട് നമ്മൾ നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഫ്ലവറിൻ്റെ പെറ്റലിന് എത്ര നീളം വേണോ അതിനനുസരിച്ച് ആ ഒരു ഗ്യാപ്പ് കണക്കാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നീഡിൽ നമ്മൾ ബുള്ളിയൻ വർക്കൊക്കെ ചെയ്യില്ലേ, ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ചൂണ്ടുവിരൽ, ആ ഒരു ചൂണ്ടുവിരലുകൊണ്ട് നമ്മൾ നീഡിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടോ, ഇതുപോലെ നീഡിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ത്രെഡ് എടുത്തിട്ട് അത് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ചൂണ്ടുവിരലുകൊണ്ട് ഒന്ന് ചുറ്റി ഇതുപോലെ നീഡിലിനുള്ളിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ത്രെഡ് ഒന്ന് വലിച്ചാൽ മതി, നമ്മുടെ സ്റ്റിച്ച് റെഡി ആയിട്ടോ. അപ്പോൾ അധികം ടൈറ്റിൽ വലിക്കാൻ പാടില്ല, എന്നാൽ വളരെ ലൂസായിട്ട് നിൽക്കാനും പാടില്ല. ഇതുപോലെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ നീഡിൽ ചുറ്റി നീഡിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യമാണ്, 10 ടേൺസാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പെറ്റലിന് ഞാൻ 10 ടേൺസാണ് എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. നല്ല ഭംഗിയുമാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം 10 പ്രാവശ്യം നീഡിൽമേക്കൂടെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്കൊരു മെടഞ്ഞിരിക്കുന്ന പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ മെല്ലെ ആ ത്രെഡുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നീഡിൽ മുകളിലേക്ക് വലിച്ചെടുക്കുക. വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ മെടഞ്ഞിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, മെടഞ്ഞിരിക്കുന്ന പോലത്തെ ആ ഒരു പോർഷൻ മുകളിലേക്ക് വരണം. ആ വരുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഷേപ്പ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ത്രെഡ് വലിച്ച് ടൈറ്റൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് നീഡിൽ താഴോട്ട് കുത്തി വലിച്ചെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് പെറ്റൽ ചെയ്യാം. സെക്കൻഡ് പെറ്റൽ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ചെയ്ത പെറ്റലിൻ്റെ മുക്കാൽ ഭാഗത്തു നിന്നായിരിക്കണം നമ്മൾ നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുന്നത്. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയറാണ്. നമ്മൾ ഫസ്റ്റ് പെറ്റൽ എങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ് സെക്കൻഡ് പെറ്റലും ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഫ്ലവറിൻ്റെ ബാക്കി എല്ലാ പെറ്റൽസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പെറ്റലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 5 പെറ്റൽസാണ് കേട്ടോ ഈ ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ പെറ്റൽസിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ എനിക്ക് 5 പെറ്റൽസ് കൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നി. ഈ ഒരു ഫ്ലവർ ചെറിയൊരു ഫ്ലവറാണ് ചെയ്യുന്നത്, അപ്പോൾ അതിന് കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 5 പെറ്റൽസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ ചുറ്റിയിടുന്നത് പെറ്റൽസ്. ഇപ്പോൾ ഞാൻ 10 ടേൺസാണ് ചുറ്റിയിട്ടുള്ളത് നീഡിൽ കൂടെ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചുറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു സ്റ്റിച്ചിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സിംഗിൾ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇതന്നെ 2 നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. 2 നീഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ നന്നായിട്ട് നന്നായി വിടർന്ന് നിൽക്കുന്ന പോലെയാണ് വരിക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നത് ചുരിദാറുകളിൽ, സാരീസിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വിടർന്ന് നിൽക്കുന്ന പൂവായിട്ട്, നന്നായി വിടർന്ന് നിൽക്കുന്ന ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും.
അതുപോലെ തന്നെ ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ഷെയ്ഡിംഗ് ആയിട്ടൊക്കെ ചെയ്യാം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ആണ് ചെയ്യണത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 10 ടേൺ ആണ് ഫസ്റ്റ് ലെയറിൽ നമ്മൾ എടുത്തത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ടേൺസ് കൂടുതൽ എടുക്കേണ്ടി വരും സെക്കൻഡ് ലെയറിൽ ഓരോ പെറ്റലിനും. അതുപോലെ സെക്കൻഡ് ലെയർ ഷെയ്ഡിംഗ് ഒക്കെ അല്ലേ ചെയ്യണത്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് 47 ആങ്കർ നമ്പർ 47ലുള്ള ത്രെഡ് വെച്ചിട്ട് 2 കുഞ്ഞ് ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നതിനും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തു. ഇതിൽ ഫ്രഞ്ച് നോട്ടിന് പകരം നമുക്ക് ബുള്ളിയൻ സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ചെറിയൊരു ഫ്ലവർ ആയ കാരണമാണ് ഫ്രഞ്ച് നോട്ട് ചൂസ് ചെയ്തത്. അതെല്ലാം നമ്മളിപ്പോൾ വലിയ ഫ്ലവേഴ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബുള്ളിയൻ നോട്ട് സെൻറ്ററിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ സർക്കിളിൻ്റെ 2 സൈഡിലും ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും സ്റ്റെമ്മും ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 കളർ ഗ്രീൻ കളേഴ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആദ്യം ഞാൻ ചെയ്യുന്നത് ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ആങ്കർ ത്രെഡ് 862 നമ്പർ ഡാർക്ക് ഗ്രീൻ കളർ നേരത്തെ കാണിച്ചല്ലോ, ആ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്ലവർ ചെയ്തപ്പോൾ 3 ലെയേഴ്സ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഔട്ട്ലൈൻ സ്റ്റിച്ച് വെച്ച് ചെയ്തപ്പോഴും 3 ലെയർ ത്രെഡ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഒരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലീഫ് ചെയ്തെടുക്കാം. ലീഫിനായിട്ട് ലൈറ്റ് ഗ്രീൻ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആങ്കർ ത്രെഡിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ 237 ആണ് നമ്പർ എടുത്തിട്ടുള്ളത്. ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലീഫ് ചെയ്യാനായിട്ട്. അതും ലീഫുകൾ ചെയ്തെടുത്തത് അടുപ്പിച്ച് ചെയ്തെടുത്തിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു ലീഫ് 2 സൈഡിലേക്കായിട്ട് ഒരു ലീഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ നെക്സ്റ്റ് ലീഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ലീഫ് ചെയ്തപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് എവിടെ വേണമെന്ന് നമ്മുടെ ഉള്ളിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, അതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതും മെഷർമെൻറ്റ് എടുത്ത് ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയൊന്നുമല്ല, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട്. അതിപ്പോൾ ഏകദേശം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഏകദേശം കറക്റ്റായിട്ട് വരേണ്ടത് എവിടെയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ലീഫെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ബഡ്സ് മുട്ടുകളുണ്ടല്ലോ, മുട്ടുകൾ ചെയ്യാനായിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അത് 2 കളർ ത്രെഡും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫ്ലവർ ചെയ്തത് 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, 47 നമ്പറും 46 നമ്പറും. അപ്പോൾ ആ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അതും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ലീവ്സിൽ ആണ് ചെയ്യുന്നത്. അതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് വിട്ടിട്ട് എന്നാൽ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ചെയ്ത് വരുന്നത്. 2 കളർ ത്രെഡും നമ്മൾ 2 ചുറ്റ് ഫ്രഞ്ച് നോട്ടിന് 2 ചുറ്റുന്നുണ്ട്, ചുറ്റിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. ത്രെഡ് നമ്മൾ 3 ലെയർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാസ്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ വരുന്നത്. അതായത് നമ്മുടെ മാസ്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും.
പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കുന്ന ഡിസൈൻ തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.